ഹായ് ഓൾ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇല്ലേ, ഞാനിന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത് മോർണിംഗ് റൊട്ടീനും പിന്നെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഉച്ചയൂണാണ്. അങ്ങനെ എൻ്റെ തിരക്ക് പിടിച്ച മോർണിംഗ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. രാവിലെ ഞാൻ മക്കൾക്ക് കൊടുത്തിട്ടുള്ളത് പാസ്തയാണ്. അപ്പോൾ കിടിലൊരു പാസ്തേൻ്റെ റെസിപ്പിയും കാണിച്ചു തരാം. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുത്തതാണ്. അത് രാവിലെ ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ രാവിലെ ഞാൻ യൂണിഫോമെല്ലാം മാറ്റിയിട്ട് മക്കളെ മദ്രസയിലേക്ക് പറഞ്ഞേക്കുന്നുണ്ട്. ബിസ്ക്കറ്റും ചായയാണ് കുടിച്ചിട്ടുള്ളത്. ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ ബിസ്ക്കറ്റ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടില്ലേ. ഇന്ന് ബ്രെഡൊന്നും വാട്ടാൻ നേരെ ഇല്ലേനും, കാരണം ലേറ്റ് ആയിട്ടുണ്ടേനും. മദ്രസയിൽ ഞാൻ തന്നെയാണ് കൊണ്ടായി കൊടുക്കല്. അമ്മന് സൈക്കിളും കൊണ്ട് പോയിക്കോളും. എനിക്ക് 6:30 മണിക്കാണ്, ഇവർക്ക് 7 മണിക്കുമാണ്. പിന്നെ ഞാൻ നേരെ അടുക്കളയ്ക്ക് കുക്കിങ്ങിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. കാരണം തിരക്കാണ്, നമുക്ക് സമയമില്ല. അപ്പം ഞാൻ ഉള്ളി ക്യാപ്സിക്കം ഞാൻ ചോപ്പറിൽ ചോപ്പ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഒരു ഉള്ളിയും ഒരു ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ക്യാരറ്റ് എടുക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കാം. ഞാൻ കളർ ക്യാപ്സിക്കെല്ലാം എടുക്കലുണ്ട്. ഇപ്പം എൻ്റെ അടുത്ത് ഗ്രീന് മാത്രമേ ഉള്ളൂ. അപ്പോൾ കളറിന് വേണ്ടിയിട്ട് ഞാൻ തക്കാളി എടുക്കുന്നുണ്ട്. ആദ്യമെല്ലാം ഞാൻ കുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് എല്ലാം വേണം കേട്ടോ. A to Z സാധനങ്ങൾ വേണം. ഇപ്പം അങ്ങനെയല്ല, എന്താ ഉള്ളത് അതിനെക്കൊണ്ട് ഞാൻ ഉണ്ടാക്കലാണ്. പെട്ടെന്ന് തന്നെയാണ് എൻ്റെ തീരുമാനം മാറുക. ഇന്ന് ഞാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച കാര്യമല്ലായിരിക്കും ഞാൻ പെട്ടെന്ന് വേറെ സമയത്ത് ഉണ്ടാക്കല്. പാസ്ത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചിക്കൻ പൊരിച്ച് വെച്ചിട്ടുണ്ട്. ആ വീഡിയോ സ്കിപ്പായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കൻ പൊരിച്ച നെയ്യ് ആദ്യം ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ഉള്ളിയും ക്യാപ്സിക്കം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. അതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് മതിയാവും, അതിൽ കൂടുതൽ വേണ്ടയില്ല. എന്നിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ഉണ്ടല്ലോ, ആ തക്കാളി കുട്ടനെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് വാട്ടിയെടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളകിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. ഇനി നല്ലോണം നടുവിൽ കണ്ട ഒരു സ്പേസ് ഇട്ടത്, ആ ഒരു സ്പേസിലേക്ക് ഞാൻ ഉപ്പില്ലാത്ത ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂണ് മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. ഇതുപോലെ ഞാൻ ആദ്യമെല്ലാം സെപ്പറേറ്റ് ആണ് ചെയ്തെടുക്കൽ. എന്ന് വെച്ചാൽ ഉള്ളിയും ക്യാപ്സിക്കം വേറെ വാട്ടിയെടുക്കും, വൈറ്റ് സോസ് വേറെ ആക്കിയെടുക്കും, അങ്ങനെയാണ്. പക്ഷേ ഇപ്പം അങ്ങനെയല്ല, വേഗം ഉണ്ടാക്കിയെടുക്കലാണ്. എന്തിനാ വെറുതെ എല്ലാം കൂടി ഒരുമിച്ചിട്ട് അങ്ങ് ഉണ്ടാക്കിയാൽ അത്രയും നല്ലതല്ലേ. ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് 1/2 ലിറ്ററിന്റെ പാക്കറ്റ് പാലാണ്, മിൽമേൻ്റെത്. അത് ഒഴിച്ചു കൊടുത്തിട്ട് അന്നേരം തന്നെ ഞാൻ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കണം. പിന്നെ ഇത് ടേറ്റ് ആവാനൊന്നും കാക്കണമെന്നില്ല കേട്ടോ, അന്നേരം തന്നെ ഞാൻ ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇട്ടിട്ട് ഇളക്കി കഴിഞ്ഞാൽ തന്നെ ടേറ്റ് ആയിക്കോളും. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാസ്തയാണ്, പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഇത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. പിന്നെയും ഞാൻ ഇത് തന്നെയാണ് പറയുന്നത്, പാസ്ത 2 തരത്തിലുണ്ട് കേട്ടോ. ഞാൻ അങ്ങനെ UAE കൊണ്ടുവന്ന പാസ്തയും ഇവിടുന്ന് വാങ്ങിയത് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. നേരത്തെ പൊരിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, അത് ഞാൻ പിച്ചി എടുത്തിട്ട് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലൊന്നും ഇല്ലാണ്ടാണ്. അപ്പോൾ അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ചിക്കൻ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഞാൻ ചിക്കൻ ഇല്ലാണ്ട് തന്നെ ഉണ്ടാക്കലുണ്ട്. ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞിട്ട് ചിക്കൻ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഒറിഗാനോ ആണ്. ഒറിഗാനോ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ. അതെല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടും, ഇവിടെയും കിട്ടും, UAE കിട്ടും, എല്ലാം ഒറിഗാനോ എന്ന് പറഞ്ഞിട്ട് കിട്ടും. അതും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മതി. പിന്നെ 2 സ്ലൈസ് ചീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുണ്ടല്ലോ, ഏത് ചീസായാലും കുഴപ്പമില്ല, ചെഡാർ ചീസോ മൊസറല്ല ചീസോ ഏതായാലും കുഴപ്പമൊന്നുമില്ല. ഇനി നല്ലോണം മിക്സ് ആക്കി എടുത്ത് അപ്പം തന്നെ കുറുകി വന്നിട്ടുണ്ടാവും കേട്ടോ. പിന്നെ വേണമെങ്കിൽ ചില്ലി ഫ്ലേക്സ് ഇല്ലേ, ഉണക്ക് കായ്മുളക്, അത് വേണമെങ്കിൽ അതും ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഈ പാസ്ത കുറച്ച് മുന്നേ ബോയിൽ ചെയ്ത് എടുത്തിട്ടുള്ളതാണ്, ഉപ്പും കുറച്ച് സൺഫ്ലവർ ഒഴിച്ചിട്ട്. പിന്നെ ഉണ്ടല്ലോ, പാസ്ത ഉണ്ടാക്കുന്നതെല്ലാം തിരക്കായതുകൊണ്ട് തന്നെ അത് കട്ടായി പോയിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടോക്കെട്ടാ. എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒരു കണ്ടതായിരിക്കും. അപ്പം ഞാനത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം, നിങ്ങൾ കണ്ടാൽ മതി. അപ്പം നമ്മളെ പൊളപ്പൻ അടിപൊളി പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. മസ്റ്റ് ട്രൈ ആണ്, ഞാൻ വെറുതെ പറയുന്നില്ല. എന്തായാലും മക്കൾക്കും ഇഷ്ടപ്പെടും, നമുക്കും ഇഷ്ടപ്പെടും കേട്ടോ. അല്ല പറഞ്ഞ് സമയം വല്ലാണ്ടങ്ങ് പോയി കേട്ടോ. ഇനി 2 ആളെ സ്കൂൾ കൊണ്ടാക്കണം. ഒരു ഫുഡെല്ലാം കഴിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ 15 മിനിറ്റ് അത്രയേ പോളൂ, അതിൻ്റെ അപ്പുറം പോലെ കേട്ടോ. ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ടാറ്റ ബൈ ബൈ അസ്സലാമലൈക്കും പറഞ്ഞിട്ട് ഓലെ കൊണ്ടാക്കിയിട്ടുണ്ട്. അടുത്തതിന് അമ്മനെ കൊണ്ടാക്കാനാണ്, ഓനും ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇന്ന് മൊത്തം ലേറ്റ് ആയിട്ടുള്ളത്. ഇതിന് മെയിൻ കാരണം വെച്ചാൽ ഞാൻ മദ്രസയിൽ നിന്ന് കൂട്ടിയിട്ട് ഇവിടെ വരുമ്പം തന്നെ 8:50 ആയിട്ടുണ്ടാവും. പിന്നെ 10 മിനിറ്റ് അവർക്ക് ഫുഡ് കഴിക്കാനുണ്ടാവുള്ളൂ. പിന്നെ ഇടയ്ക്കാർക്കെങ്കിലും വാഷ്റൂമിലെല്ലാം പോകണമെങ്കിൽ പിന്നെയും ലേറ്റ് ആവും. അതിൻ്റെ ഇടയിൽ എൻ്റെ 2ാമത്തെ മോക്ക് ബുക്ക് വേണമെന്നുണ്ടായിരുന്നു, സ്റ്റോറി ബുക്ക്. അമ്മനെ കൊണ്ടാക്കാൻ ഏതായാലും ടൗണിൽ വന്ന സ്ഥിതിക്ക് സൂപ്പർ മാർക്കറ്റ് കയറിയിട്ടുണ്ട്. രാവിലെ തന്നെ സൂപ്പർ മാർക്കറ്റ് തുറക്കും കേട്ടാ. അപ്പം തന്നെ 2 സ്റ്റോറി ബുക്ക് മേടിച്ചിട്ടുണ്ട് കേട്ടാ. മൂത്ത മോക്ക് UAE വരുമ്പം തന്നെ ബുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ 2ാമത്തോൾക്ക് കിട്ടാത്തതുകൊണ്ടാണ് ഞാനിവിടെ വന്നിട്ട് വാങ്ങിയിട്ടുള്ളത്. പിന്നെ ഡിക്ഷണറി വേണം, അതും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അതിൻ്റെ ഇടയിൽ പിന്നെ നമുക്കൊരു കൗതുകം
ഞാൻ എപ്പോഴും പറയില്ല, അത് കൂടുതലായതുകൊണ്ട് ഇടയ്ക്ക് ബൗളിലൊന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. 650 റുപ്യ ചെറിയൊരു കപ്പിന് കേട്ടാ. ഞാൻ ഞെട്ടി പണ്ടാരടങ്ങിപ്പോയി. ഒന്നിനാണോ അല്ലെങ്കിൽ ഫുൾ സെറ്റിനാണോ എന്നറിയില്ല. പിന്നെ അത് ചോദിക്കാനൊന്നും നിന്നിട്ടില്ല. അതും അവിടെ വെച്ച് വെറും സ്റ്റോറി ബുക്ക് മാത്രം വാങ്ങിയിട്ട് ബില്ലടിച്ചിട്ട് ഇങ്ങ് പോകുന്നു. നമുക്ക് വേണ്ട എന്നാൽ അത് മതി. അതിൽ കൂടുതൽ വാങ്ങാൻ നിന്ന് കഴിഞ്ഞാൽ എന്തായാലും ലേറ്റ് ആവും. ഇനിയും ഇളയ മോളെയും കൂടി സ്കൂൾ പറഞ്ഞേക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ പിന്നെയും ലേറ്റ് ആവില്ലേ? ഞാൻ വേണ്ടാത്ത പണിക്ക് നിന്നാൽ ശരിയാവില്ലല്ലോ. അപ്പോൾ അങ്ങനെ അവളെ കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ മാറ്റി ഓൾക്ക് ഫുഡ് കൊടുത്ത് എന്നിട്ട് ഞാനിത് ടിഫിൻ ബോക്സിലാക്കുന്നുണ്ട് കേട്ടോ. അപ്പം പാസ്ത ഉണ്ടാക്കി കഴിഞ്ഞാൽ പാസ്ത അവർക്ക് എന്തായാലും ടിഫിനിൽ കൊടുക്കുകയും വേണം. അതിൻ്റെ ഇടയിൽ ഓളെന്തെല്ലോ പറയുന്നുണ്ട് കേട്ടാ. നടുവിലത്തെ ടിഫിൻ ബോക്സ് എനക്ക് വേണമെന്നാണ് പറയുന്നത്. അപ്പോൾ അതിലേക്ക് ഞാൻ കുക്കുംബർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പും ചെറുനാരങ്ങ നീരും മിക്സാക്കി എടുത്തിട്ടുള്ളതാണ്. നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മൾ വലിയ ആൾക്ക് കഴിക്കുന്നുണ്ടെങ്കിൽ കുരുമുളകും അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ മക്കൾക്കായതുകൊണ്ട് അത് ഇട്ട് കൊടുത്തിട്ടില്ല. അവരത് ഫുള്ളായിട്ട് കഴിച്ചോളൂ കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് കുക്കുംബറും ക്യാരറ്റെല്ലാം. ഇതുപോലെ മിക്സാക്കി സലാഡ് പോലെ ആക്കി കൊടുത്താലും നല്ലതാണ്. പച്ചമുളക് ഇടുകയേ ചെയ്യലില്ല. ഇനി ഇവരെ ടിഫിൻ ബോക്സിൽ വേറെ ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല. ഞാൻ 2 ആൾക്ക് സ്നാക്സ് നേരത്തെ കൊടുത്തതാണ് കേട്ടോ. അപ്പം ഞാൻ സ്നാക്കായിട്ട് കൊടുക്കുന്നത് പഴം, അതായത് ബനാന. ഇത് കണ്ടു കഴിഞ്ഞാൽ കായ്പോള ഉണ്ടാക്കി കൊടുക്കാം, പഴം വാട്ടിക്കൊടുക്കാം, അങ്ങനെ പല പ്ലാനുകളുണ്ടാവും. പക്ഷേ ടൈം തെറ്റിക്കഴിഞ്ഞാൽ നോർമലായിട്ട് വട്ടത്തിൽ മുറിച്ചിട്ട് കൊടുത്തിട്ട് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് ഒരു ഫോർക്കും കൂടിയും കൊടുക്കും കേട്ടോ. അതേ നമ്മളെ കൊണ്ട് ഇപ്പം പറ്റുള്ളൂ. പിന്നെ കൂടെ ഞാൻ ഇതിലേക്ക് ഒരു ടവലും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അതവർ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഡ്രസ്സിലൊന്നും ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വെക്കുന്നത്. ആദ്യം മക്കൾക്ക് അങ്ങനെ കൊടുക്കലുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം അവരെല്ലാം വലുതായി, അതുകൊണ്ട് വേണ്ടയില്ല. അപ്പം ഞാൻ എല്ലാം കിറ്റിലാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നേരെ നമ്മൾ സ്കൂളിലേക്ക് വിടുന്നതാണ്. സമയം അതിക്രമിച്ച് കടന്നുകൊണ്ടിരിക്കുന്നതാണ്. 10:30 മണിയായിട്ടുണ്ട്. 10:15 വെല്ലടിക്കുക. വല്ലാത്ത സംഭവം തന്നെ. ഞാൻ ചെറിയ മോളെ ക്ലാസ്സിലാക്കി കൊടുത്തതിന് ശേഷം ഞാൻ ബാക്കിയുള്ള മക്കളെ കിറ്റ് ഓഫീസിൽ വെക്കും കേട്ടോ. അവർ ബ്രേക്ക് ടൈമിന് വന്നിട്ട് എടുത്തോളും, ഒരിക്കറിയാതെ. അപ്പം എനിക്ക് പറ്റിയ ഒരു അബദ്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മോളോട് പറഞ്ഞിട്ടില്ല സ്റ്റോറി ബുക്ക് ഞാൻ കൊണ്ടുവരുന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഫുൾ കൺഫ്യൂഷനും. പിന്നെ ഓള് ലാസ്റ്റ് ടൈമാ പോലും അത് എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ നേരെ വീട്ടിലെത്തിയിട്ട് പാസ്ത കഴിക്കാന്ന് വെച്ചു. ഞാൻ കഴിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് തന്നെ നമ്മുടെ കട്ടൻ ചായയും പാസ്തയും അത് ബെസ്റ്റ് കോമ്പിനേഷനാണെന്നും ഞാൻ പറയൂല. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടേനും. എപ്പോഴെങ്കിലും ഇങ്ങനെയെല്ലാം കഴിക്കുന്നത് നല്ലതല്ലേ. ഇതിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുകയില്ല, പ്രൊമോട്ട് ചെയ്യില്ല, ഒന്നുമില്ല കേട്ടോ. അത് നിങ്ങൾ ഓരോരുത്തരും ഇഷ്ടമാണ്. ഇത് മാസത്തിൽ ഞാൻ ഇടയ്ക്കെല്ലാം ഉണ്ടാക്കി കൊടുക്കും കേട്ടോ. തീരെ ഉണ്ടാക്കി കൊടുക്കാണ്ടിരിക്കുമ്പം പുറത്തെ ഫുഡിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടം വരും കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നതാണെങ്കിൽ ഉമ്മ ഉണ്ടാക്കി തന്നാൽ മതി എന്ന് പറയും. ബർഗർ ആണെങ്കിലും എല്ലാം അങ്ങനെ തന്നെയാണ് പറയുക. എനിക്ക് പണിയാണെങ്കിലും പിന്നെ നമ്മൾ ഉണ്ടാക്കുമ്പം അങ്ങനെ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും വല്ലാണ്ട് ചേർക്കൂലല്ലോ. അതിൻ്റെ ഇടയിൽ ഉച്ചക്കത്തെ പണിക്കുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ സിമ്പിളായിട്ടുള്ള ഒരു ഊണ് ഉണ്ടാക്കുന്നുണ്ടെന്ന്. അപ്പം വലിയ മാന്ത കിട്ടിയിട്ടുണ്ട്. നങ്കാണ് ചെറുത്, അപ്പം വലുതിന് നമ്മൾ മാന്ത എന്നാണ് പറയുക. ആ ഒരു മാന്ത ഞാൻ ഫുൾ കട്ട് ചെയ്തിട്ടുണ്ട്. അനക്കും മക്കൾക്കെല്ലാം ചെറിയ നങ്കാണ് ഇഷ്ടം. അത് പൊരിച്ചാൽ ഭയങ്കര ടേസ്റ്റാണ്. വെറുംചോറും അതിൻ്റെ കൂടെ തേങ്ങ അരക്കാത്ത പരിപ്പിൻ്റെ അറിയും, പിന്നെ ഒരു മുട്ട ഓംപ്ലേറ്റോ മുളകൊടിച്ചോ ഉണ്ടെങ്കിൽ അത് മാത്രം മതി കേട്ടോ. ഇവർക്കുണ്ടല്ലോ മന്തിയൊന്നും അത്ര ഇഷ്ടമല്ല. പക്ഷേ ബിരിയാണി, അത് ചെമ്മീൻ ബിരിയാണി ആയാലും മീൻ ബിരിയാണി ആയാലും ചിക്കൻ ബിരിയാണി, നമ്മുടെ തലശ്ശേരി ദം ബിരിയാണി തന്നെ ആയിരിക്കണം കേട്ടോ. അത് കഴിച്ചിട്ടേ വേറെ ഉള്ളൂ. പിന്നെ വെറുംചോറും ഭയങ്കര ഇഷ്ടമാണ്. അമ്മനെ സ്കൂളിൽ നിന്ന് ചോറ് കിട്ടുന്നുണ്ട്. അതിൻ്റെ കൂടെ സാമ്പാറുണ്ട്, വറവ് എന്ന് വെച്ചാൽ കാബേജ്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും. അതെല്ലാം ഉള്ളതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ മട്ട അരിൻ്റെ ചോറിനേക്കാളും നമുക്ക് പൊന്നി അരിൻ്റെ ചോറാണ് കൂടുതൽ ഇഷ്ടം. പക്ഷേ പരാതിയില്ല, മട്ടരി കിട്ടിക്കഴിഞ്ഞാൽ മട്ടരിയും കഴിച്ചോളും. അത് നമുക്ക് ശീലമാണ്. നമ്മളെ കൂടെയുള്ള റൂംമേറ്റ് ആദ്യം നമ്മളെ കൂടെ ഉണ്ടായിരുന്ന തൃശ്ശൂരിലെ ഫാമിലിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മട്ട അരിയും അവരെ രീതിയിലുള്ള ഫുഡെല്ലാം കഴിച്ചിട്ട് ശീലമായിട്ടുണ്ടേനും. മീനെല്ലാം നന്നായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. 1/4 കിലോ ചെമ്മീന് കൊഞ്ചെന്ന് നമ്മൾ പറയും, പിന്നെ 1/4 കിലോ മാന്ത, അത് രണ്ടും ഞാൻ ഒരുമിച്ചിട്ട് വരട്ടി എടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ഉപ്പിട്ട് ഒന്ന് പെരക്കി എടുക്കുന്നുണ്ട്. എന്നിട്ടൊരു 3.5 കഷ്ണം തക്കാളിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അടുത്തതായിട്ട് കുറച്ച് നേരം കുതിർത്ത് വെച്ചിട്ടുള്ള പുളിയുണ്ട്, കുറച്ചേ എടുക്കേണ്ടുള്ളൂ. അത് ഞാൻ ഇതിലേക്ക് പിഴിഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഒരു 2 പച്ചമുളക് നീളത്തിലും കീറിയിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഒരു 5-6 അല്ലി വെളുത്തുള്ളി ചതച്ചതാണ്, അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ. നമ്മുടെ മീൻകറിക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കലില്ല, വെളുത്തുള്ളി ഇട്ട് കൊടുക്കലുള്ളൂ. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1.5 ടേബിൾ സ്പൂൺ മുളകിൻ്റെ പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്.
ഞാനിതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. കാരണം വെള്ളം കൂടിപ്പോവണ്ട, കൂടിപ്പോയി കഴിഞ്ഞാൽ വെള്ളം പോലെ ആയിപ്പോവും, പിന്നെ നമുക്ക് എത്രയായാലും ടൈറ്റായി കിട്ടൂല. അപ്പം ഞാനത് ഗ്യാസുമ്മൽ വെച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ അടുത്ത് ബാക്കിയുള്ള ഭാഗം സ്കിപ്പായി പോയിട്ടുണ്ട്. ലാസ്റ്റ് അത് ടൈറ്റായി കഴിഞ്ഞാൽ അതിലേക്ക് ഞാൻ കടുകും ഉലുവയും നെയ്യിൽ തൂച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയോ ഏതായാലും കുഴപ്പമില്ല. എന്നിട്ട് കറിവേപ്പിലയും കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അടിപൊളി മീൻ കറിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. പിന്നെ ഞാൻ മാന്ത കുറച്ചെടുത്ത് പൊരിക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ മഞ്ഞൾ, മുളക്, ഉപ്പ്, വെളുത്തുള്ളി ചതച്ചത് ഇതിട്ടിട്ട് മിക്സ് ആക്കിയിട്ട് പൊരിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ രണ്ടും ഗ്യാസുമ്മൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിന് ശേഷമാണ് എൻ്റെ അടുത്തുനിന്ന് വീഡിയോ സ്കിപ്പായി പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബാക്കി മീൻകറി ആയത് ചട്ടിയിലൊന്നും കാണിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ മക്കൾ വന്നിട്ട് എല്ലാവരും കഴിക്കുന്നുണ്ട് കേട്ടോ. എല്ലാവർക്കും നല്ല വിശപ്പിടേനും. അതിൻ്റെ കൂടെ ഞാൻ മുട്ട ഓംപ്ലേറ്റും പപ്പടവും പിന്നെ ഉണ്ടല്ലോ കയപ്പൊക്കെ പൊരിച്ചതും ഉണ്ടേനും. അത് മക്കൾക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. ഈ ഒരു മീൻകറീൻ്റെ കൂടെ വേറെ കറികളൊന്നും വേണ്ട കേട്ടോ. മീൻ ചാറോ അല്ലെങ്കിൽ പരിപ്പിൻ്റെ കറിയൊന്നും വേണ്ടയില്ല. കുറച്ച് ലൂസാക്കിയിട്ടാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അത് ചോറിന് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. സൂപ്പർ ടേസ്റ്റാണ്. അച്ചാറ്, പപ്പടം, മുട്ട ഓംപ്ലേറ്റ്, പൊരിച്ചത്, പിന്നെ മീൻ പൊരിച്ചത് എല്ലാം കൂട്ടിയിട്ട് ഒരു കിടിലൻ ഊണാണ്. സിമ്പിൾ ഊണെന്ന് പറയാൻ പറ്റൂല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ല ഗംഭീര ഊണ് തന്നെയാണ്. ഒരൊറ്റ കറികൾ കൊണ്ട് തന്നെ അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റും കേട്ടോ. മസ്റ്റ് ട്രൈ ആണ്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നിങ്ങൾ കാണുന്ന ഈ പൊട്ടിത്തെറികൾ പോപ്കോൺ ആണ്. ഇത് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ചതാണ്. ഇതിൽ വേറെ ഒന്നും ഇടണമെന്നില്ല. നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് പോപ്കോൺ ഇട്ട് കൊടുക്കുക. എന്നിട്ട് മൂടി വെക്കണം. അല്ലെങ്കിൽ എവിടെയല്ലോ തെറിച്ച് പോകും, പിന്നെ കിട്ടലുണ്ടാവില്ല. ഒന്നുണ്ടല്ലോ അത് ചില്ലി ഫ്ലേവറും മറ്റേത് ചീസും ആണ്. പല ഫ്ലേവറും ഉണ്ട്. ഞാൻ 2 എണ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഏത് പാത്രം വേണമെങ്കിലും നമുക്ക് എടുക്കാം. അങ്ങനെ ഈവനിങ് സ്നാക്സും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയുള്ള വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ഇതിനു മുമ്പ് ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയണേ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആദ്യം തന്നെ ഒരു ലൈക്കെങ്കിലും ചെയ്യണേ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ബട്ടൺ അടിച്ചാൽ ഞാനിടുന്ന വീഡിയോസിന്റെ എല്ലാം നോട്ടിഫിക്കേഷൻ കിട്ടും. അത് മാത്രം പോരട്ടെ, നിങ്ങളെ ഫുൾ സപ്പോർട്ട് ഉണ്ടാകണം. ഇനിയും പുതിയ റെസിപ്പി ആയിട്ടും പുതിയ വ്ളോഗുമായിട്ടും ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും അസ്സലാമു അലൈക്കും, ടാറ്റാ ബൈ, അസ്സലാമ.